കിം പുരുഷൻ പേര് കേൾക്കുമ്പോൾ കേട്ട് പരിചിതമാണെന്ന് തോന്നുമെങ്കിലും ഒന്നിരുത്തി ചിന്തിച്ചാൽ പലർക്കും ഇതെന്താണ് സംഭവമെന്ന് അധികം പിടികാണില്ല. ക്ഷേത്രങ്ങളുടെ മുകളിൽ ശിവകിരീടമണിഞ്ഞ് നാക്ക് പുറത്തേക്ക് തള്ളി കൈകൾ രണ്ടും താഴോട്ട് നീട്ടിപ്പിടിച്ച് ഉടലില്ലാത്ത വികൃത രൂപമായി കാണപ്പെടുന്ന ഒന്നാണ് കിം പുരുഷൻ. പള്ളിയറയുടെ മുഖ്യ കവാടത്തിനു മുകളിൽ മരത്തിൽ കൊത്തിയെടുത്ത ഭയാനകമായ രൂപമാണ് കിം പുരുഷന്റേത്. ഭാരതത്തിലെ വിളക്കുവെച്ചാരാധിക്കുന്ന ദേവീദേവന്മാരുടെ എല്ലാം ക്ഷേത്രങ്ങളിലും മൂലബിംബ പ്രതിഷ്ഠയ്ക്കു മുകളിലോ അല്ലെങ്കിൽ ഗോപുരത്തിന് മുകളിലോ വ്യാളിമുഖം സ്ഥാപിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ ദൃഷ്ടിദോഷം മാറുവാനാണ് വ്യാളിമുഖ പ്രതിഷ്ഠ എന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടായിരുന്നു. സംസ്കൃത ഭാഷയിൽ അതിശയം എന്ന നാമം അർത്ഥമാക്കുന്ന കിം ശബ്ദത്തോടെ പിറന്നതിനാലായിരിക്കാം പ്രകൃതി ദേവിയുടെ പുത്രനെ കിം പുരുഷൻ എന്നറിയപ്പെടുന്നത്. സന്താനങ്ങളില്ലാതെ ദുഃഖിതയായ പ്രകൃതി ദേവി കഠിന തപസ്സനുഷ്ഠിച്ച് ഒരു വേള ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. തനിക്ക് ഒരു പുത്രൻ പിറക്കണം, എല്ലാം കൊണ്ടും ഉത്തമനായ ഒരു ആൺകുട്ടി. ദേവി ആവശ്യപ്പെട്ടു. ഒരു സൽപുത്രൻ ദേവിക്ക് പിറക്കട്ടെ. ശിവഭഗവാൻ വരം കൊടുക്കുന്നു. ശ്രേഷ്ഠനായ ഒരു കുട്ടി ഭൂമിയിൽ പിറന്നാൽ അത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും മുകളിലായിരിക്കുമെന്ന് ദേവപത്നിമാർ വ്യാകുലപ്പെട്ടു. അവർ വിഷമം ദേവമഹർഷി നാരദമുനി സമക്ഷം അറിയിക്കുന്നു. ശിവഭഗവാനാൽ ഗർഭിണിയായ പ്രകൃതീശ്വരിക്ക് ഭക്ഷണമായി നൽകുന്ന പഴങ്ങളിൽ വജ്രം കലർത്തി ഗർഭം അലസിപ്പിക്കാൻ നാരദരുടെ സാന്നിധ്യത്തിൽ ദേവീദേവന്മാർ തീരുമാനമെടുത്ത് പ്രകൃതീശ്വരിയുടെ തോഴിമാരെ സ്വാധീനിക്കുന്നു. 10 മാസത്തിനു ശേഷം പേറ്റുനോവ് അനുഭവിച്ച് പ്രകൃതീശ്വരി പ്രസവിച്ചപ്പോൾ കൈയും തലയുമായി ഉടലില്ലാത്ത ഒരു വികൃത രൂപമാണ് ഭൂമിയിൽ പിറന്നു വീണത്. വ്യാളിമുഖം ഭൂമിയിൽ പിറന്നു വീണപ്പോൾ വജ്രത്തിന്റെ ശബ്ദമെന്നോണം കിം എന്ന ശബ്ദം ഉണ്ടായത്രേ. സൽപുത്രനു വേണ്ടി തപസ്സനുഷ്ഠിച്ച തനിക്ക് പിറന്നു വീണ ശിശുവിന്റെ വികൃതരൂപം കണ്ട് പ്രകൃതീശ്വരി കോപിച്ചു. ദേവിയുടെ ശാപമേൽക്കാതിരിക്കാൻ ശിവഭഗവാനും മറ്റു ദേവീദേവന്മാരും ഒടുവിൽ ആ മാതാവിനോട് അപേക്ഷിച്ചു. ഇനി ദേവിയുടെ അധീനതയിൽ ഭൂമിയിൽ ദേവീദേവന്മാരായ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ആരൂഢമുണ്ടാക്കുന്നുവോ അവിടെയൊക്കെ ഏറ്റവും മുകളിലായി ദേവിയുടെ പുത്രനെ പ്രതിഷ്ഠിക്കും. കിം പുരുഷനെ വണങ്ങിയ ശേഷം മാത്രമേ ക്ഷേത്രങ്ങളിലെ ദൈവങ്ങളെ ഭക്തർ തൊഴുകയുള്ളൂ. ശിവഭഗവാൻ തന്റെ കിരീടവും കിം പുരുഷന് നൽകുന്നു. ശിവക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം ഒഴിച്ച് മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും കിം പുരുഷ രൂപം സ്ഥാപിക്കപ്പെട്ട് കാണുന്നു. ഭീകരത തോന്നിപ്പിക്കുന്ന മുഖത്തോടെ ഇരു കൈകളും താഴോട്ട് നീട്ടിവെച്ചിരിക്കുകയാണ് കിം പുരുഷൻ. ഞാൻ പ്രകൃതീശ്വരിയുടെ പുത്രനാണ്. ഈ ക്ഷേത്രവും ഭൂമിയുമെല്ലാം എൻ്റെ അധീനതയിലാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.